പറയടാ, ആരടാ എന്റെ പിന്നിൽ? നിങ്ങൾ ആരുടെ കൂലിക്കാരാ? അറിയില്ല. ഈ സാധനങ്ങളൊക്കെ ആരെയാണെന്ന്? ഞങ്ങളുടേതാ. അല്ല. താൻ കണ്ടുപിടിക്ക്. രാജു, ആരാണ് ഇതിന്റെ പിന്നിലെന്ന് തനിക്ക് അറിയില്ല അല്ലേ? ഇല്ല. രാജു സർ, നിനക്ക് അറിയില്ലല്ലോ. ചാൾസ്, സൈമൺ നന്ദിയുള്ളവനാണ്. അവർ അവനെ എത്ര ഉപദ്രവിച്ചിട്ടും അവൻ നമ്മളെ കാട്ടി കൊടുത്തില്ല. വിനോദ്, വക്കീൽ എന്തു പറഞ്ഞു? ബെയിൽ മൂവ് ചെയ്തിട്ട് കാര്യമില്ല. ഈ കേസിൽ അവർക്ക് ജാമ്യം കിട്ടില്ലെന്ന്. കേസിന്റെ സ്കോപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? എവിഡൻസ് സ്ട്രോങ് ആണ്. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. സൈമൺ, നിന്നെ അവർ ഒരുപാട് വേദനിപ്പിച്ചല്ലേ? ബെയിൽ മൂവ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് വക്കീൽ പറഞ്ഞു. മറ്റുള്ളവരൊക്കെ വേറൊരു സെല്ലില്ല. അവർക്കും കിട്ടി ശരിക്കും. പക്ഷേ എനിക്കറിയാം സൈമൺ, നിങ്ങൾക്ക് നന്ദിയുണ്ട്. ഞാനത് മറക്കില്ല. നിങ്ങളെ എവിടെ കിടന്നറിയിക്കാൻ ഞാൻ അനുവദിക്കില്ല. ബിലീവ് മീ. ഞാൻ മറ്റടാ. മിസ്റ്റർ രതീഷ് അകത്തുണ്ട്. ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇരിക്കണോ? നിങ്ങളുടെ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അവരെന്നാ വരുന്നത്? നാളെ. ആരൊക്കെയാ വരുന്നത്? കേന്ദ്രമന്ത്രി ഭരതൻ മേനോനും പാർട്ടി. റിസർവേഷൻ ഡീറ്റെയിൽസും ടൂർ പ്രോഗ്രാമും അതിനകത്തുണ്ട്. എന്താ വിശേഷിച്ച്? വല്ല പ്ലഷർ ട്രിപ്പ് ആണോ? ബാർ അസോസിയേഷന്റെ വാർഷികം, കൂട്ടത്തിലൊരു പ്ലഷർ ട്രിപ്പ്. പിന്നെ ബസ്സൊക്കെ റെഡിയാണല്ലേ? ഇവിടെ ഈ സ്റ്റേറ്റുകാരും ഗവൺമെന്റ് സെക്യൂരിറ്റി ഒക്കെ ഉള്ളപ്പോ ഈ ബസ്സും കെട്ടിവലിച്ചോണ്ട് ഇവിടെ വല്ല കാര്യമുണ്ടോ? അദ്ദേഹം അടക്കം 10-17 പേരുണ്ടാവും. കൂട്ടത്തിൽ മറ്റേ VIP. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഗസ്റ്റ് ഹൗസിന്റെയും ടിവിയുടെയും പോരായ്മകൾ നമ്മൾ അറിഞ്ഞാൽ മതി, അവരറിയണ്ട. പേടിക്കണ്ടോ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. താൻ കൂടെ ഉണ്ടാവില്ലേ? പോവാതെ പറ്റുമോ? പ്രോട്ടോകോൾ. പിന്നെ ആരാ ഗൈഡ്? ദി ബെസ്റ്റ് ഇൻ അവർ ലിസ്റ്റ്, മിനി ജോൺസൺ. യങ്, സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാർ എയർപോർട്ടിൽ പോയില്ലേ മന്ത്രിയെ സ്വീകരിക്കാൻ? എന്തിനാണെന്നേ, വെറുതെ സ്ഥലം മെനക്കെടുത്താൻ. ഇവിടെ തന്നെ വരേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ സാറന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്, ആരെങ്കിലും ഇല്ലെങ്കിൽ അവരെ അന്വേഷിക്കും. ബൈ ദ ബൈ, ഇത് മിസ്റ്റർ ദേവ്, പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇത് മിനി ജോൺസൺ, ഞാൻ പറഞ്ഞ ഗൈഡാ. മനസ്സിലായി? കുംഭകർണനെ കൊന്നു സാർ. രാമായണം. ഞാൻ കഴിഞ്ഞ 2 എപ്പിസോഡ്സ് മിസ് ചെയ്തു. ഞാനെല്ലാം മിസ് ചെയ്തു. കഷ്ടമായി. കഴിഞ്ഞ ദിവസം ബസ്സിലിരുന്ന് ആരോ പറഞ്ഞതാ കുംഭകർണൻ ചത്ത കാര്യം. അതെങ്ങനെയാ? വളയത്തിൽ നിന്ന് പിടി വിട്ടിട്ട് വേണ്ടേ സാർ ഇതൊക്കെ ഒന്ന് കാണാൻ? ദേവേന്ദ്രൻ എന്താ ഇന്നിങ്ങോട്ട്? ട്രിപ്പിൾ എടുക്കാൻ. ട്രിപ്പിളോ? ട്രിപ്പ്. അത് നാളെയല്ലേ? നാളെ പുലർച്ചയ്ക്ക് താൻ വന്നാ മതി. ഡ്യൂട്ടി നാളെയാണ്, പക്ഷെ ജോലിയോടുള്ള ആത്മാർത്ഥം കൊണ്ട് ഞാൻ നേരത്തെ ഇഞ്ഞു പോന്നു. തന്നെ വല്ല ഭാര്യ വീട്ടിലില്ല, അവളാണെങ്കിൽ ജോലി പോലും. അല്ല, ബസ് താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇയാളെ പോലെ കുറെ ആളുണ്ടായിരുന്നെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് എന്നേ രക്ഷപ്പെട്ടു പോയേനെ. അതിന്
സാറിനെ പോലെ കുറച്ചുപേരുണ്ടായാലും മതി. അവരുടെ കൂട്ടത്തിൽ ഈ ഡിപ്പാർട്ട്മെന്റിലെ വെറൊരു ഡ്രൈവറായി എന്റെ സേവനം കൂടി ആയാൽ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്നാണല്ലോ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളത്. Yes, sir. Go and check the security. He is on the way. Sir. Everything ready? പ്ലീസ് എല്ലാവരും ഇങ്ങോട്ട് പറയുന്നത്. ഡൽഹിയിൽ എന്താ ചൂട്. ഇത് നിങ്ങളുടെ കൂടെ വരുന്ന ഗൈഡാണ് മിസ് മിനി ജോൺസൺ. ഇത് നമസ്തേ. നമസ്കാരം. ഇത് വേണ്ട, ഇതിന് ഞാനുണ്ട്. മിസ്റ്റർ ബാലകൃഷ്ണൻ മിനിസ്റ്ററുടെ ഫാമിലി ഫ്രണ്ടാണ്. മിനിസ്റ്ററുടെ മകൾ വത്സല റോയ്, മിസ്സിസ് പണിക്കർ, മിസ്റ്റർ പണിക്കർ സുപ്രീം കോടതി വക്കീലാണ്. അപ്പൊ സാറ് ഞാൻ ഇതിന്റെ ഒരു മറ്റേ വക്കീലാണോ? അല്ല, MP കിസാൻ ജേക്കബ് MP. ഇപ്പോഴും എം പി ആണോ സർ? ആ, ഇപ്പൊ MP ആണ്. സിറ്റിംഗ് എം പി ആണോ? താൻ ഒരു ജാതി പോലീസുകാർ ചോദിക്കും. സർ, ഐ ആം ദി ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ ഹിയർ. വാട്ട്? प्रोटोकॉल ऑफिसर पॉलिटिकल डिपार्टमेंट. मिनिस्टर का शब्द सुना है? तुम सुना? नो सर. मैम सुना? हाँ जी. Okay, you can go now. Please go. No more photos. Please go. ഇന്ന് വൈകുന്നേരത്തെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ ഒഫീഷ്യൽ പരിപാടികളൊക്കെ തീർന്നു. പിന്നെ 2-3 ദിവസത്തെ ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു. വെക്കേഷനല്ലേ, കുട്ടികൾക്കൊക്കെ ഒരു ആഗ്രഹം. അറേഞ്ച് ചെയ്തിട്ടുണ്ട് സർ. ഗുഡ്. ഐ വാണ്ട് ഇറ്റ് ക്വയറ്റ് ഇൻഫോർമൽ. കൂടെ പട്ടാളവും പരിവാരങ്ങളും ഒന്നും വേണ്ട. എന്നാലും എസ്കോട്ട് ഇല്ലാതെ വേണ്ടെന്നേ. എന്റെ നാട്ടിലെങ്കിലും എസ്കോട്ട് ഒന്നും ഇല്ലാതെ ഞാനൊന്ന് ഫ്രീ ആയിട്ട് നടക്കട്ടെ. ശരി സർ. ബസ്സൊക്കെ റെഡിയല്ലേ? Yes, sir. സെൻട്രൽ മിനിസ്റ്റർ ഭരതൻ മേനോൻ, ഭാര്യ പാർവതി, ADC റാം സിംഗ്, കിസാൻ ജേക്കബ്. മിനിസ്റ്റർ പേരക്കിടാങ്ങളായ അനിതയും അശ്വതി, മകൾ ഇന്ദു. മിനിസ്റ്റർ PA വൈശാഖൻ, മകൻ മനോജ്. സുപ്രീം കോടതി സീനിയർ അഡ്വക്കേറ്റ് മിസ്റ്റർ പണിക്കർ, ഭാര്യ മിസസ് പണിക്കർ, ലേഡി അഡ്വക്കേറ്റ് വത്സല റോയ്. മിനിസ്റ്റർ ഫാമിലി ഫ്രണ്ട് മിസ്റ്റർ ബാലകൃഷ്ണൻ, ബിസിനസ്മാൻ. പ്രോട്ടോകോൾ ഓഫീസർ മിസ്റ്റർ ജയൻ. This girl? അവരോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുന്ന ഗൈഡ് മിനി ജോൺസൺ. Where is the program chart? നാളെയാണ് അവർ യാത്ര പുറപ്പെടുന്നത് അല്ലേ? അതെ. അറേഞ്ച്മെന്റ്സ് എല്ലാം ശരിയാണല്ലോ? Okay, it's all right. മോളുടെ പേരെന്താ? മൈ നെയിം ഈസ് അനിത. താങ്ക്സ്. ഈ ബാഗ് മോളിൽ വെക്കട്ടെ. എന്താ ആളെ തെറ്റി. ബഹൻ, ഒരു ഗ്ലാസ് പാനി വേണം. തരാം. സാറിന് എന്തെങ്കിലും? അദ്ദേഹം ചോദിച്ചു കൊടുക്കും. എന്താ ചിരിക്കാൻ? ഇവിടെ ഒരു ചത്തോ? സർ, വെള്ളം. താങ്ക് യു ബഹൻ. അരുത് മോളെ. ഇവിടെ ഇരിക്കെ. സാറിന് തലയണ വേണോ? കിട്ടിയാ കൊള്ളാം. അല്ല, സാറെന്താ ഇത്ര മൂടിയായിട്ടിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. അതല്ല, ഞാൻ കുറച്ചു നേരമായിട്ട് സാറിനെ ശ്രദ്ധിക്കായിരുന്നു. എന്താ കാര്യം? അല്ല, വൈഫിന്റെ ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുക. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ പിന്നെ ട്രിപ്പ് ഒഴിവാക്കാൻ വരുന്നില്ലേ?
ഒഫീഷ്യൽ ലൈഫിനിടയ്ക്ക് പേഴ്സണൽ കാര്യങ്ങൾക്ക് എന്താ സ്ഥാനം? ഏതായാലും ഉടനെ തിരിച്ചെത്താമല്ലോ. ഹലോ. ഹലോ. കുറച്ചു കാലമായി ഇവനൊന്നും ഒരു ജോലി ഇല്ലായിരിക്കുവാണല്ലേ? ആ എറണ, ഞാൻ വന്ന ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. നീ വാ. നിങ്ങൾ മൂന്നുപേരും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ പാലസ് എത്തണം. ഭാഗ്യമുണ്ടെങ്കിൽ നാളെ ഈ സമയത്ത് ബസ്സുമായി ഞങ്ങൾ അവിടെ എത്തും. സന്ധ്യ വരെ കാക്കുക. ഞങ്ങൾ എത്തിയില്ല എങ്കിൽ ദ ഹൈജാക്ക് ഈസ് ഫെയിൽ. നിങ്ങൾ രക്ഷപ്പെട്ടുള്ളൂ. നിങ്ങൾ പോയിക്കോളും. വിനോദ്, നീ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുക. ബസിൻ മൂവ്മെന്റ് മനസ്സിലാക്കിയ ശേഷം മെസ്സേജ് ഞങ്ങൾക്ക് പാസ് ചെയ്യാം. ഓക്കെ. Keep this. അറേഞ്ച്മെന്റ്സ് എല്ലാം ശരിയാണല്ലോ. മിനിസ്റ്റർ ഹാപ്പി ആണല്ലേ? താൻ എന്തായി കാണിക്കണേ? മുന്തിരിങ്ങാ തിന്നുന്നു. കുറച്ചൊക്കെ മാനേഴ്സ് വേണം. ഡ്രൈവർ ആയാലും കളക്ടർ ആയാലും. സാറ് കളക്ടറാണോ? അല്ല, ഞാൻ MP. മധ്യപ്രദേശ്. അല്ല, കിസാൻ ജേക്കബ് MP, മെമ്പർ ഓഫ് പാർലമെന്റ്. നിലവിൽ സാർ MP ആണോ? നിലവിൽ MP തന്നെ. താൻ തന്റെ കാര്യം നോക്കിയാൽ മതി. അവർക്ക് പോകേണ്ടത് ഈ വഴിയാണ്. ഈ വഴി നമ്മൾ ബ്ലോക്ക് ചെയ്യാം. മറ്റു വഴികൾ ഇല്ലാത്തതുകൊണ്ട് അവർ ഈ വഴിയെ പോയിക്കോളും. മനസ്സിലായോ? സോ ഫാസ്റ്റ്. കം ഓൺ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുക. ബസ് ഈ വഴി പാസ് ചെയ്ത ശേഷം ഈ ബ്ലോക്ക് മാറ്റി ഈ റോഡ് ബ്ലോക്ക് ചെയ്യാം.
എന്നിട്ട് ബസ്സിനെ ഫോളോ ചെയ്യുക. മനസ്സിലായോ? കേറാ. ചാൾസ്, ബസ് വരുന്നുണ്ട്. ഓവർ. നീ ആ ഇറങ്ങിയ സ്ഥലത്ത് നിൽക്ക്, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓവർ. ओ संतरी हमारा, ओ कासबा हमारा, हमारा सारे जहां से अच्छा हिंदुस्तां हमारा। രക്ഷപ്പെട്ടു. എന്തു പറ്റി? ദേ കണ്ടില്ലേ, റോഡ് ബ്ലോക്കാ, വേറെ പ്രശ്നമൊന്നുമില്ല. അതിന്റെ അടിയിൽ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചേ. ടേക്ക് ഡീവിയേഷൻ, തിരിഞ്ഞു പോകാമെന്ന്. അല്ല, അതെനിക്ക് നേരത്തെ അറിയാം. എന്താ വണ്ടി നിർത്തിയത്? മെയിൻ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു സാർ. വണ്ടി ഡീവിയേറ്റ് ചെയ്ത് പോണം. എന്തിനാ വണ്ടി പറഞ്ഞത്? വണ്ടിയിൽ VIP കളാ. ഓ, ഈ ബസ് ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ആരും ഒച്ച വെക്കരുത്. വെച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നിങ്ങൾക്ക് എന്ത് വേണം? എന്തിനാ നിങ്ങൾ ഈ ബസ് തടയുന്നത്? എനിക്ക് നിങ്ങളോട് ഒരു വിരോധവുമില്ല, ശത്രുതയുമില്ല. എനിക്ക് ചില കാര്യങ്ങൾ നേടാനുണ്ട്. അതിന് ഞാൻ നിങ്ങളെ കൈവാക്കുകയാണ്. നിങ്ങൾ മര്യാദക്കാണെങ്കിൽ തിരിച്ചും അത് പ്രതീക്ഷിക്കാം. എല്ലാവരും വിൻഡോസ് അടയ്ക്കൂ.